കുറ്റവാളികൾ എളുപ്പവഴികൾക്കായി കഴുകൻ കണ്ണുകൾ തുറന്ന് കാത്തിരിക്കും. അങ്ങനെ ഒരു സംഭവമാണ് സദാചാര വിരുദ്ധ സമരം എന്ന പേരിൽ വിഖ്യാതമായ ചുംബന സമരത്തിൽ നുഴഞ്ഞു കയറിയ രാഹുൽ പശുപാലനും ഭാര്യ രശ്മി നായരും. ഇരുവരും അഖിലേന്ത്യാ ബന്ധമുള്ള പെൺവാണിഭ സംഘത്തിന്റെ മുഖ്യ കണ്ണികളാണെന്ന് പോലീസ് കണ്ടെത്തി. അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ ചുംബന സമരത്തിൽ പങ്കെടുത്തവരും പ്രതികരിച്ചവരുമെല്ലാം അന്തിച്ചുപോയി. ചുംബന സമരത്തിൽ സ്വയം നേതാക്കളായി പ്രത്യക്ഷപ്പെട്ട രാഹുൽ പശുപാലനും രശ്മി നായരും അടക്കം 6 പേരാണ് പോലീസിന്റെ പിടിയിലായത്. ചിറ്റാരിക്കടവുകാരുടെ ചിരകാല സ്വപ്നം പൂവണിയുന്ന സുദിനം ഇതാ. സുഹൃത്തുക്കളെ, വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന ചിറ്റാരിക്കടവിലെ ഏക സിനിമാ തിയേറ്റർ ലക്ഷ്മി ടാക്കീസ് എന്ന പേരിൽ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയാണ്. ലക്ഷ്മി ടാക്കീസിന്റെ നയന മനോഹരമായ വെള്ളിത്തിരയിൽ പ്രദർശനത്തിനെത്തുന്ന പ്രഥമ ചിത്രം ഇതാ കുമാര സംഭവം, പുണ്യ പുരാണ മഹാസംഭവം. കുറച്ചു കാലം മുമ്പ് നമ്മൾ 29/2015 എന്ന് പറഞ്ഞ ഒരു സുന്ദരികൾ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജിൻ്റെ പുറത്തൊരു FIR എടുത്തിരുന്നു. അതിൽ കുട്ടികളെ സ്ത്രീകളെ അവമാനിക്കുന്ന രീതിയിൽ അശ്ലീല കമൻറ്റുകളും ചിത്രങ്ങളും പരസ്യപ്പെടുത്തിയ ആൾക്കാരെ ഒരു 6 പേരെ അറസ്റ്റ് ചെയ്യുകയും അതിന് ഞങ്ങൾ ഓപ്പറേഷൻ ബിഗ് ഡാഡി എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്. എന്തായാലും 2 കുറ്റവാളികൾ നുഴഞ്ഞുകയറിയത് ഒരു സമരത്തിന്റെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടാനുള്ള കാരണമല്ലെങ്കിലും ഇത്തരം സാഹചര്യത്തിൽ എടുക്കേണ്ട മുൻകരുതലുകളെ ഇരുവരുടെയും അറസ്റ്റ് ഓർമ്മിപ്പിക്കുന്നു. ചുംബന സമരത്തിൽ നുഴഞ്ഞുകയറാൻ കാണിച്ച വൈദഗ്ധ്യം ഈ കാര്യത്തിലും ഇരുവരും കാണിച്ചു അത്രേ. രാഹുൽ പശുപാലൻ, രശ്മി നായർ. രാഹുൽ പശുപാലൻ്റെ റോള് ഈ ട്രാഫിക് ചെയ്ത് ഈ വിക്ടിമിനെ, അതായത് സെക്ഷൽ സർവീസസിന് വേണ്ടിയിട്ടുള്ള ഒരു വിക്ടിമിനെ ട്രാഫിക് ചെയ്ത് കൊണ്ടുവന്ന് ട്രാഫിക്കേഴ്സിനെ ഏൽപ്പിച്ച് കസ്റ്റമേഴ്സിന് കൊണ്ടു കൊടുക്കുന്ന ജോലിയാണ് രാഹുൽ പശുപാലൻ ഇന്നലെ ചെയ്തത്. ആബാലവൃദ്ധം ജനങ്ങളെ ഭക്തിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ പിടിച്ചിരുത്തുന്ന സംഭവം കുമാര സംഭവം. കൈലാസത്തെ കിടുകിട വിറപ്പിച്ച പരമശിവന്റെ കണ്ണുനീരിൽ കുതിർന്ന കഥന കാവ്യം. ആരാണ് ഗംഗ? എന്തിനാണ് പാർവതി പൊട്ടിത്തെറിച്ചത്? ദക്ഷന്റെ മനസ്ഥിതി എന്താണ്? ഇതിന്റെ ഉത്തരം കാണുവാൻ കുമാരന്മാരുടെയും കുമാരിമാരുടെയും സംഭവം കുമാര സംഭവം. ഈ മൊബൈൽ ഫോണുകളിൽ ഒരുപാട് മൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ, അതിനകത്ത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. ഇപ്പോൾ രശ്മി നായരുടെ നമ്പർ അതിനകത്ത് 6 എന്നാണ് കിടക്കുന്നത്, 6+, അങ്ങനെയൊക്കെയാണ് അവർ ഫീഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് 6+. എന്തായാലും ചുംബന സമരത്തിൽ പങ്കാളികളായ ചിലരുടെ സംശയമാണ് ഇരുവരെയും കുടുക്കിയതും. രാഹുൽ പശുപാലനെയും രശ്മി നായരെയും പിന്തുടർന്ന് കണ്ടെത്തിയ അവരുടെ പരാതി പ്രകാരമാണത്രേ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. എന്തായാലും അതിവിദഗ്ധമായാണ് എല്ലാ കാര്യങ്ങളും ഇരുവരും ചെയ്തത് എന്നത് പോലീസിനെ പോലും അതിശയിപ്പിക്കുന്നു. അയാളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉള്ളത്, ചെറിയ മൊബൈൽ ഫോൺ, അതിനകത്ത് ഒരു സംവിധാനമില്ലാത്ത വളരെ പ്രാകൃതം, നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന സ്മാർട്ട് ഫോണുകളുടെ യുഗത്തിൽ വളരെ ഫെസിലിറ്റീസ് കുറവുള്ളൊരു മൊബൈൽ ഫോൺ. വേറൊരു ഫോണിലാണ് ഇതിൻ്റെ വാട്സാപ്പ്. ഈ സംഭവം ആ കുറ്റകൃത്യത്തിന് അപ്പുറത്ത് മറ്റു ചില മുന്നറിയിപ്പുകളും നൽകുന്നു. ഒന്ന്, ഒരു സമരം ചെയ്യുമ്പോഴോ കൂട്ടായ ഒരു മുന്നേറ്റം നടത്തുമ്പോഴോ പരസ്പരം എല്ലാം വഴിതെറ്റിക്കുന്ന വിധത്തിലുള്ള നുഴഞ്ഞുകയറ്റത്തെ മനസ്സിലാക്കണം എന്നത്. അന്നേ ഉറഞ്ഞുതുള്ളുകയായിരുന്ന സദാചാര പോലീസുകാർ ഇപ്പോഴും ഇതെല്ലാം കണ്ട് കഴുകൻ കണ്ണുകളുമായി പശുപാല തരങ്ങളുമായി കാത്തിരിക്കുന്നുണ്ട് എന്നത്. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് ഉദ്ഘാടനം. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു.